എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീനെ. നന്ദിയുണ്ട്. ഞാൻ ആക്ച്വലി ലക്ഷ്മിയുടെ കൈപ്പുണ്യം കൂടി എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം സീരിയലിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. എന്നാൽ ഇവിടെ വന്ന് നമ്മൾ ഓണത്തിന് എൻ്റെ മനസ്സും വയറും നിറയ്ക്കാനുള്ള പ്ലാനിലാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സീരിയലിൽ കാണുന്നതിനെക്കാട്ടും അഴക് കൂടുതലാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചൊന്നല്ല. അല്ല, സത്യമല്ല. ഞാൻ കണ്ടോണ്ട് ആദ്യം അതാ പറഞ്ഞേ. എനിക്ക് ആരും ഓർമ്മ വന്നതെന്നറിയോ, നമ്മുടെ പണ്ടത്തെ ദീപ നായർ എന്നുള്ള ആക്ട്രസിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രിയം പറഞ്ഞിട്ടുണ്ടല്ലേ? എനിക്ക് പെട്ടെന്ന് ആ ഫീച്ചേഴ്സ് കണ്ടിട്ട് അത് ഓർമ്മ വന്നു. എന്തായാലും നമുക്ക് ലക്ഷ്മിയുടെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള സമയമാണ്. അതിനു മുമ്പ് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഈസ്റ്റേൺ പ്രസൻസ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് രുചിച്ചോണം, പവേർഡ് ബൈ മിസ്റ്റർ ഗോൾഡ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, co-powered by Milma, special partner Hawkins Cookware. അപ്പോൾ ലക്ഷ്മി, എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോണത്? വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓലനാണ്. എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഡിഷ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അതിൽ നിന്നൊരു ചെറിയ ഒരു വ്യത്യാസം. എനിക്ക് ഓലൻ ഒട്ടും എന്നെ ഇംപ്രസ് ചെയ്യാത്തൊരു സാധനമാണ്. കഴിഞ്ഞ വർഷം ഞാനത് ഷെഫിന്റെ അടുത്ത് നമ്മുടെ ഈ ഷോയിൽ പറഞ്ഞപ്പോൾ ഷെഫ് പറഞ്ഞു അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കറികളുടെ പ്രോപ്പർ രുചി അറിയണമെങ്കിൽ ഒരു രുചി കുറവുള്ള ഒരു സംഭവം അതിനകത്ത് വേണം. അത് തൊട്ട് നക്കി കഴിഞ്ഞാൽ അടുത്തത് എടുക്കുമ്പോൾ ഭയങ്കര രുചി ഫീൽ ചെയ്യുന്നു. പിന്നെ എന്റെ പെർസെപ്ഷൻ മാറിട്ടോ. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു സാധാരണ ഓലനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പെർസെപ്ഷൻ ഒക്കെ ഇപ്പൊ മാറും. മാറ്റി തരുമല്ലേ? നാളെ മുതൽ ഓലൻ കഴിഞ്ഞിട്ട് മതി എനിക്ക്. കാരണം ഡയറ്റ് ഒക്കെ നോക്കുന്ന ആളല്ലേ. അപ്പൊ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഓലനാണ് ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കുന്നത്. ഇതിൽ പ്രോട്ടീൻ ഏതാണ് വരുന്നത്? പ്രോട്ടീൻ നമ്മൾ സാധാരണ ചുമന്ന പയറില്ലേ, വൻപയർ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ കിഡ്നി ബീൻസ് ആണ് എടുത്തത്. കുറച്ചും കൂടി ഒരു പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ. ശില്പയാണ് എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഡയറ്റ് ഒക്കെ നോക്കുന്ന ആളാണ്, അപ്പൊ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ട് കാർബ്സ് ഒക്കെ കുറച്ചുള്ള ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഇന്ന് ഓലൻ. ഇന്നത്തോടു കൂടി ശില്പയ്ക്ക് ഓലൻ ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. ഇനി മുതൽ ഓലൻ കഴിക്കുമ്പോൾ ഞാൻ ലക്ഷ്മി ബാലഗോപാലിനെ അങ്ങ് ഓർക്കും. അപ്പൊ ഓലൻ അങ്ങ് തുടങ്ങിക്കോളും. ഞാൻ അവിടെ ഇരുന്നോണ്ട് വിശേഷങ്ങൾ അങ്ങോട്ട്. അപ്പൊ എന്തായാലും കിഡ്നി ബീൻസ് ആണ് ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിനകത്ത്? ഇതൊക്കെ കണ്ടിട്ട് എന്താന്ന് ശില്പിക്ക് മനസ്സിലായില്ലേ എന്തൊക്കെയാന്നുള്ളത്? അത് മുളക് പൊടി, മറ്റത് മത്തങ്ങ, പിന്നെ പയറ്, തേങ്ങാപ്പാല്, കറിവേപ്പില, പച്ചമുളക്. ഇതെന്താ? നമ്മൾ സാധാരണ ഓലിനകത്ത് എന്താ ഇടുക? ഇത് മറ്റേ ആഷ് ഗോഡ് അല്ലേ? പക്ഷെ ഇത് അതല്ല. പിന്നെ തണിമത്തനില്ലേ, വാട്ടർമെലന്റെ തോടുള്ള ഭാഗമാണ് ഇത്. നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ കളയുന്ന സാധനം. ഞാൻ മൊത്തത്തിൽ അങ്ങ് പ്രോട്ടീൻ ആക്കാന്ന്. എനിക്ക് വയ്യ. നമ്മൾ കളയുന്ന ആ ഒരു, എനിക്ക് തോന്നുന്നത് ന്യൂട്രിയൻ റിച്ച് ആണ് ആ ഒരു ഭാഗം. ശരിക്കും പല്ലിന് നല്ലതെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഇന്നത്തോടുകൂടി ഈ ഓലം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അഭിപ്രായമൊക്കെ മാറ്റി പറയും. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വേവിക്കണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അവിടെ യൂസ് ചെയ്യുന്ന പാത്രം എന്ന് പറയുന്നത് ക്ലൈമാക്സോടെയാണ്. അപ്പൊ കുക്ക് വിത്ത് കെയർ, കുക്ക് വിത്ത് ക്ലൈമാക്സോ. നമുക്ക് എല്ലാ പച്ചക്കറികളും ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തന്റെ ആ തൊലിഭാഗം നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? മത്തങ്ങ. ഇനി അടുത്ത് ഇടുന്നത് പയറ്. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വൻപയറും ആഷ് ഗാർഡ് അല്ലെങ്കിൽ ഈ തണ്ണിമത്തന്റെ ഇത് വെച്ച് മാത്രം വേണമെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ഓലൻ ഉണ്ടാക്കാം. പിന്നെ ഇടുന്നത് കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളക് എന്ന് പറയുന്നത് ഇതും ഓപ്ഷണൽ ആണ്. കാരണം നമുക്കിപ്പോ എരിവ് കൂടുതൽ വേണം, നമ്മൾ കുറച്ച് മുളക് പൊടി എന്തായാലും ചേർക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി മധുരം പോലൊക്കെ തോന്നും. അപ്പൊ നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് മുളക് പൊടി. അതിന് പിന്നെ നമ്മുടെ ഈസ്റ്റേണിന്റെ മുളക് പൊടിയാണ്. എല്ലാ പൊടികളും ഇവിടെ ഈസ്റ്റേണിന്റെ ആണ് ഉപയോഗിക്കുന്നത്. സോ അതിന് യാതൊരു സംശയമില്ല. മുളക് പൊടി നമ്മുടെ എരിവിന്റെ ഒരു ഉദ്ദേശത്തിന് മാത്രം അല്ലെ, ചെറിയൊരു. അതെ, നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് കറിവേപ്പില നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ പിച്ചി ഇട്ട് കൊടുത്താല് കുറച്ച് ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടും. അപ്പൊ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് കിഡ്നി ബീൻസ് വേവിക്കാം. ഓക്കെ. അതിന് പിന്നെ നമ്മുടെ ഹോക്കിൻസിന്റെ പ്രഷർ കുക്കറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അതിന് ഒരുപാട് നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇന്നർ ലിഡാണ് മെയിൻലി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം, സേഫ്റ്റി ഫീച്ചറിന്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് നമുക്ക്
ഇളക്കാനും ഒക്കെ ഭയങ്കര എളുപ്പം. ഒന്നും പുറത്തേക്ക് തെറിക്കോ അങ്ങനെ ഒന്നുമില്ല. സോ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഓക്കെ. കന്യാദാനം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ എനിക്ക് തോന്നുന്നു കരിയറിൽ ഒരു വലിയ പ്രോജക്റ്റ് തന്നെയാണ്. അപ്പൊ അതിൽ ശരിക്കും ദേവൻ സാർ എന്ന് പറയുന്ന നമ്മളൊക്കെ എൻ്റെ ചെറുപ്പം പോലെ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആണല്ലോ പണ്ടേ. അതെ, പണ്ടേ അച്ഛൻ കഥാപാത്രമാണെങ്കിലും വില്ലൻ കഥാപാത്രമാണെങ്കിലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മുഖം. അത് അദ്ദേഹത്തിനെ ഈ അടുത്ത് ഫ്ലൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ വിളിക്കും, ദൈവം ഇത്രയും വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. അച്ഛൻ നമ്മളെല്ലാരും വിളിക്കുക. അച്ഛന് 5 പെൺമക്കളാണല്ലോ. അപ്പൊ നമ്മള് അദ്ദേഹത്തെ എനിക്കൊന്ന് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഷെഡ്യൂള് സർ എന്ന് വിളിച്ചു. ഗ്രാജുവലി അത് എപ്പോഴാ മാറിയെന്ന് അറിയത്തില്ല. അച്ഛൻ തന്നെയാണ് ഇപ്പോഴും വിളിക്കുക. പുള്ളിയുടെ ശരിക്കും മോളുടെ പേര് ലക്ഷ്മി എന്നാണ്, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പം അദ്ദേഹം 5 മക്കളെയും മോളെ തന്നെയാണ് വിളിക്കാറ്. നമുക്ക് ആ ഒരു ഫീല് അങ്ങനെ തന്നെ ഉണ്ട്. ശരിക്കും അഭിനയിക്കുമ്പോഴും അഭിനയിക്കാത്തപ്പോഴും നമുക്ക് അച്ഛൻ തന്നെയാണ്. ചിലപ്പോ നമ്മള് കുറച്ച് പച്ചക്കറി ഇവിടെ വാങ്ങിക്കാൻ പറ്റില്ലേ, വർത്താനം പറഞ്ഞിരുന്നു മറന്നു. എന്തായി ഇപ്പൊ അവസ്ഥ? കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ഓക്കെ. അപ്പൊ ആ ജോലിയിൽ നിന്ന് തിരിച്ച് അഭിനയത്തിന്റെ സെറ്റിലേക്ക് വരുമ്പോ ഓണം എപ്പോഴും സെറ്റിലാണോ? ഓണം സെറ്റിൽ ആഘോഷിച്ച ഓണവും ഉണ്ട്, അല്ലാതെ ബ്രേക്ക് കിട്ടിയ ഓണങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാം ഒരുപോലെ. കാരണം നമ്മള് സീരിയൽ എന്ന് പറയുന്നത് ഒരു ദിവസം ഇപ്പൊ സിനിമ പോലെ ഒരു 10-15 ദിവസം വർക്ക് ചെയ്തിട്ട് പോകുന്ന സ്ഥലമല്ലല്ലോ. എല്ലാ മാസവും 10-12 ദിവസം നമ്മൾ കാണുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഒരു ഫാമിലി പോലെ ആവും. അപ്പൊ സെറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരുപോലെയാ ഓണം. ഷോപ്പിംഗ് ഒക്കെ പൊതുവെ ഓണം ടൈമില് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഷൂട്ടും തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് എങ്ങനെയാണ് ചെയ്യാറ്? കുറച്ച് ബുദ്ധിമുട്ടാണ്. ആണല്ലേ? സമയം കണ്ടെത്തിയിട്ട് അത്യാവശ്യം ചെയ്യും. നമ്മള് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഉണ്ടല്ലോ, വമ്പൻ ഓണം കൊമ്പൻ ഓഫർ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് ഒരുപാട് കളക്ഷൻ കിട്ടി ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന റീസണബിൾ റേറ്റ്സിൽ സംഭവം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. സോ അത് മറക്കണ്ട. ഞാൻ പോയിരുന്നു, അടിപൊളി കളക്ഷൻ ഉണ്ട്. എന്തായി ഇപ്പൊ നമ്മുടെ കിഡ്നി ബീന്റെ അവസ്ഥ? ഇപ്പൊ നമ്മൾ ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ ആ പച്ചക്കറി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. ഇനി നമ്മുടെ മെയിൻ താരം, അതായത് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നുള്ള മെയിൻ താരമാണ് ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ഒഴിച്ച് വേവിക്കാം. കൈപുണ്യത്തിന്റെ കാര്യം എങ്ങനെയാണ്? സ്വന്തം അഭിപ്രായം എന്താ? സ്വന്തം കുക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? ഞാൻ എന്നെ തന്നെ ഞാൻ കുക്ക് ചെയ്യും. നോൺ വെജ് ഒന്നും അത്ര അങ്ങോട്ട് ഒരു എക്സ്പെർട്ട് അല്ലെങ്കിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ 3 ഹസ്ബൻഡും മോക്ക് എത്രയായി? മോള് 9ാം ക്ലാസ്സില്. 9ാം ക്ലാസ്? എന്റെ അമ്മ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. അത് എനിക്കൊരു ഷോക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും അതൊരു ഷോക്ക് തന്നെയായിരിക്കും. എല്ലാവർക്കും ഒക്കെ അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. അതെ. മോക്കപ്പൊ രാവിലെ എഴുന്നേറ്റ് ടിഫിൻ ബോക്സ് ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ടാണോ സെറ്റിലേക്ക് പോവാറ്? അതെ അതെ. ഞാൻ എന്റെ സത്യം പറഞ്ഞ എന്റെ യാത്ര കേട്ടോ ഞാൻ നിങ്ങൾ ഞെട്ടും. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഈ സാധാരണ സീരിയലിന്റെ ഷൂട്ട് എല്ലാം തിരുവനന്തപുരം ആയിരിക്കും. പക്ഷെ ഈ കന്യാദാനം വന്നപ്പോ ഇതിന്റെ ഷൂട്ട് കൊല്ലത്താണ്. ഞാനിങ്ങനെ കുറച്ചല്ലേ ഉള്ളൂ വിചാരിച്ചു. പക്ഷെ എനിക്ക് രാവിലെ 5:30 ഇറങ്ങണം വീട്ടിൽ നിന്ന്. മനസ്സിലായോ? 5:30 ഇറങ്ങണം. പിന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് മിക്കവാറും ദിവസങ്ങളില് കണ്ടിന്യൂസ് ഒരു 5-6 ഡേയ്സ് ഉണ്ടെങ്കിലാണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ നിൽക്കാറുള്ളൂ. ഈ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് എനിക്കൊന്ന് ഞാൻ ഒരു ദിവസം എന്തോ നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസം ഞാൻ പോയി വരുവാണ്. അപ്പൊ മോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് വലിയ ഒരുപാട് കറികളൊന്നും വേണ്ട, പക്ഷെ ഉള്ളത് ഞാൻ കൊടുക്കണം എന്നൊരു ഇതുണ്ട് അവർക്ക്. അപ്പൊ രാവിലെ ഞാൻ അവളുടെ വേറൊന്നും ചെയ്തില്ല വെച്ചാലും അവളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. കിഡ്നി ബീൻസ് വേവിച്ചത് കുക്കറിൽ വേവിച്ചത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് നല്ലപോലെ വേവണം അല്ലേ? വേവണം. അപ്പൊ നമ്മള് ലാസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. ഓക്കെ. ശില്പ നമ്മുടെ ഓലൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഒരു വൈറ്റ് കളറിലാണ് സാധാരണ ഇരിക്കാറ്. നമ്മളിപ്പം കുറച്ച് മുളക് പൊടി കുറച്ച് എരി കൂടുതൽ എനിക്ക് വേണം എന്നുള്ളത് കൊണ്ട് ഈ കളറിൽ. പിന്നെ പറഞ്ഞില്ല ടേസ്റ്റ് കുറവാണെന്ന് തോന്നിയെന്നൊക്കെ. അപ്പൊ എരിയും തേങ്ങാപ്പാലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നും. പിന്നെ നമ്മളിതിന് ഉപ്പ് ചേർക്കാറില്ല. ചുമ്മാ അല്ല, ടേസ്റ്റ് തോന്നുന്നത്. ഇത് മാറ്റിയിട്ട് ഇതിലും ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കൊരു
സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഓക്കെ. ഷെഫ്സ് കിസ് ഫൈനൽ ടച്ച്. നമ്മൾ മിസ്റ്റർ ഗോൾഡിന്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, അത് തന്നെയാണ് ബെസ്റ്റ്. അപ്പൊ ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്തേ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതിൽ ഉപ്പ് ഇടാത്തതുകൊണ്ട് ആ പ്ലെയിൻ ആ ബോയിൽഡ് വെജിറ്റബിൾസ് വിത്ത് ഒരു ചെറിയ കറി ടേസ്റ്റ് ഒക്കെ ഉള്ള, ഇനി നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ആ ഡിഷിന്റെ ലെവൽ കൂടും. അതെ. പിന്നെ അടുത്ത് എന്താ, നമ്മൾ ഇത് ഉഗ്രനായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഈ വെറൈറ്റി ഓല ഞാൻ കാണുന്നത്. നെക്സ്റ്റ് എന്താ? ഇനി ഒരു വെജിറ്റബിൾ വെച്ചിട്ട് നമ്മളൊരു പായസം ഉണ്ടാക്കുന്നത്, മത്തങ്ങ വെച്ചിട്ട്. ഓക്കെ, അടിപൊളി അടിപൊളി. സിമ്പിൾ ആണോ ഈ മത്തങ്ങ പായസം എന്ന് പറയുന്നത്? സിമ്പിൾ ആണ്. കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടി ഇവിടെ ഹോക്കിൻസിന്റെ ഫ്യൂറ്റൂറ കടായി ഉണ്ട്. ഇത് അടിയിലൊന്നും പിടിക്കത്തില്ല, അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തീർക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള്? അപ്പൊ നമ്മള് ഏറ്റവും അവസാനം ചേർക്കേണ്ട സാധനം നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുക്കും. ഏത്? കിസ്മിസ്, അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ്, കിസ്മിസിലൊക്കെ നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഓക്കെ. അതിന് പിന്നെ നമ്മുടെ മിൽമ ഗേ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഹോക്കിൻസിന്റെ ഫ്യൂറ്റൂറ അപ്പച്ചട്ടി ഉണ്ട്, നമുക്ക് ഇതിൽ വറുത്താലോ? നമുക്കിത് പാനായിട്ടും നമുക്ക് അപ്പച്ചട്ടി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അടി പിടിക്കത്തില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ടെൻഷനൊന്നും ഒട്ടും വേണ്ടല്ലോ. ഓക്കെ. മിൽമ നെയ്, കേരളം കണി കണ്ടുണരുന്ന നന്മയാണ്. മോൾക്ക് പൊതുവേ എങ്ങനെയാ, പായസമൊക്കെ ഇഷ്ടമാണോ? അതൊക്കെ ഇഷ്ടം, ഫുഡെല്ലാം ഇഷ്ടമാണ്. അല്ല, പക്ഷെ അമ്മ ഉണ്ടാക്കണം എന്നൊരു ചെറിയ നിർബന്ധം. അത് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രായം വരെയൊക്കെ ഉള്ളൂ അത്. അതെ അതെ, ശരിയാ. കറക്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഒരുപാട് കൂടുതലും ഇല്ല, കുറവുമില്ല. ഇനി നമുക്ക് കിസ്മിസ്. പെട്ടെന്ന് കരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കടായിലാണ് നെയ്യ് ഒഴിക്കും. കാരണം ഇത് വഴറ്റുമ്പോ തന്നെ കുറച്ചൊന്ന് വെന്തുടങ്ങുന്ന പോലെ ആവും. ഒരുപാട് അങ്ങനെ വേവ് വരില്ല ഇതിന്. നമ്മള് വെന്തുടയ്ക്കുമല്ലോ ഇത്, അപ്പൊ നമ്മുടെ പരുവത്തിനനുസരിച്ച് നമുക്ക് ഉടച്ചെടുക്കാം. എന്തായാലും ഇത് വേവും. ഓക്കെ. ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടം എന്താ കുക്ക് ചെയ്യുന്നത്? ഇനി നോൺ വെജ് ആണ് മെയിൻ. ഇതിപ്പോ നല്ലൊരു ഗ്ലേസ്ഡ് ടെക്സ്ചർ നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് മത്തങ്ങാല്. നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വേവിക്കാമേ. ഓക്കെ. അപ്പൊ കുറച്ച് കാരമലൈസ് ചെയ്ത് കിട്ടുമായിരിക്കും അല്ലേ? 70% നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്കിത് കുറച്ച് പാലൊഴിച്ച് വേവിക്കാം. ഓക്കെ. സാധാരണ നമ്മള് കണ്ടു പരിചയിച്ച പായസത്തിന്റെ ലുക്ക് അല്ല. അതെ അതെ. ഇനി കണ്ടൻസ് മിൽക്ക്, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ. അത് ലാസ്റ്റ് ആണോ നമ്മളിടുന്നത്? ലാസ്റ്റ് അല്ല, ഇത് നമ്മളിപ്പം വേവുമല്ലേ ഇതിനകത്ത് ഇടുന്നത്, അപ്പൊ അതിൽ കിടക്കട്ടെ. ഇനി എന്താ ബാക്കിയുള്ളത്? പാലൊന്ന് തിളച്ച് വരണം. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടില്ലോ, തിളച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ. തിളച്ച് ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുക, ഒന്ന് നന്നായിട്ട് ഇളക്കുക, പിന്നെ നമ്മുടെ ഗാർണിഷ് ചെയ്യാം. പരിപാടിയുള്ളൂ. ശില്പ, നമ്മുടെ പായസം നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്, ക്രീമി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ച് ഏലക്കാപ്പൊടി. ഏലക്ക അത്ര ഇഷ്ടമല്ല തോന്നുന്നു. അയ്യോ, പായസം ഉണ്ടാക്കാൻ ഇന്ന് വീട്ടിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന അമ്മമാർക്ക് ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് ഒരു മത്തങ്ങ കണ്ടാൽ മതി, ഉഗ്രം പായസം റെഡിയായിട്ട് കിട്ടുന്ന ഇന്നിവിടെ ലക്ഷ്മി തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇനി ഗാർണിഷ് ചെയ്യാം. ആദ്യമായിട്ടാണ് വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയൊരു പായസം ഞാൻ കഴിക്കാൻ പോകുന്നത്. നോക്കാം.
ക്യാരറ്റ് ഹലുവ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതും ഒരു വെജിറ്റബിൾ ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ മത്തങ്ങയ്ക്ക് വരെ ഇതിനകത്ത് ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മത്തങ്ങ സൂപ്പർ. എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ തന്നെ അത്. ക്യാരറ്റ് പായസം ഉണ്ടാകും. സൂപ്പർ അല്ലേ? ഒന്ന് കഴിക്കൂ, ഞെട്ടും. ചൂടല്ലേ? യു വിൽ ബി ഷോക്ക്. ഇത്രയും കഴിവുണ്ടാവും എനിക്ക് ഉറപ്പാണല്ലോ. ഞാൻ നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ കുക്കിങ്ങിൽ എങ്ങനെയാന്ന് ചോദിച്ചപ്പം ഞാനായിട്ട് പറയണ്ടല്ലോ കാണുമ്പോ നമുക്ക് അറിയാലോ. അല്ലേ? പോളി സാധനം. എനിക്ക് തോന്നുന്നു മക്കൾക്ക് പിള്ളേർക്ക് പ്രത്യേകിച്ചും ഈ ഓണത്തിന് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു ഞാനും ഇത് ഇത്രയും സിമ്പിൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ദിസ് ഇസ് അമേസിങ്. ഇനി നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാൽ കുറേ നേരമില്ല നിൽക്കുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി ഒരുപാട് പേർക്ക്, എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ ആട്ടോ. കാരണം നമ്മൾ ലൈഫിൽ ഒരു സാഹചര്യവും ഒരു ഇഷ്ടക്കേടും ഒന്നും നമുക്കൊരു തടസ്സമാവാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് തെളിയിക്കുന്ന ഒരാളാണ്. ഈ ഒരു സമയത്ത് സീരിയലിലോ കരിയർ പോകുന്നു, അതേസമയം സോഷ്യൽ മീഡിയ ബാലൻസ് ചെയ്യുന്നു, പാട്ടിലുള്ള പാഷൻ കൊണ്ടുപോകുന്നു എന്നാണ് നമ്മുടെ പ്രേക്ഷകരോട്, എസ്പെഷ്യലി വീട്ടമ്മമാരാണ് കന്യാദാനം കാണുന്ന പ്രേക്ഷകർ. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? വീട്ടമ്മമാരോട് പറയാനുള്ളത് എൻ്റെ കഥാപാത്രം പോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ വെച്ചാൽ പഴയ കഥാപാത്രം, അതായത് പഴയ കഥാപാത്രം എന്നല്ല, കഥാപാത്രത്തിന്റെ പഴയ ജോണർ എന്ന് പറയുന്നത് കുറച്ച് എല്ലാം ഒന്ന് ഒതുക്കി സഹിച്ച് ക്ഷമിച്ച് ടിപ്പിക്കലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ക്യാരക്ടർ റീപ്ലേസ് ആയി വന്നതിന് ശേഷമുള്ള ക്യാരക്ടറിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടായി. കുറെ ബോൾഡായി, സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനും സ്വന്തമായിട്ട് വരുമാനങ്ങൾ ഉണ്ടാക്കാനും സമ്പാദിക്കണം എന്നൊക്കെയുള്ള ഒരു പുരോഗമന ചിന്താഗതിയിലേക്ക് മാറി. അപ്പൊ അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മള് എന്താ പറയാ, നമുക്കായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഒരു പ്രൗഡ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ട്രെൻഡ് സെറ്റർ, ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഈ സീരിയലിലൂടെയും അല്ലാണ്ടും ലക്ഷ്മി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ആ ഷോ. ഒരുപാട് സന്തോഷം നേരിട്ട് കണ്ടതിലും. വെറും കൈയോടെ ഞാൻ വിടുന്നില്ല. നല്ല മത്തങ്ങ പായസത്തിന്റെ രുചി അങ്ങോട്ട് വായിൽ നിൽക്കുകയാണ്. ഞാൻ പോകില്ല. അപ്പൊ ഈ ഓണവും മധുരിക്കട്ടെ. ഈസ്റ്റേൺ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ഒപ്പം നമ്മുടെ മിസ്റ്റർ ഗോൾഡ് റിഫൈൻ സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ്, ഹോക്കിൻസ് ഫ്രിറ്റൂര കുക്ക് ആൻഡ് സെർവ് ഹാൻഡി വിത്ത് ഗ്ലാസ് ലിഡ് നൽകുന്ന ഗിഫ്റ്റ്. നിങ്ങളും ഹോക്കിൻസും ജീവിതത്തിന്റെ ശരിയായ താളമേളം. ഡോക്ടർമാർ തയ്യാറാക്കുന്ന ആയുർവേദ പ്രൊഡക്ട്സ് ആയ അലിയോർ എലിക്സർ നൽകുന്ന ഗിഫ്റ്റ്. ഹോം കെയർ പ്രൊഡക്ട്സ്, ഫേഷ്യൽ കെയറും പ്രൊഫഷണൽ സർവീസസ് ഓയിൽ എല്ലാം നൽകുന്ന നിവാമെഡിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ആദ്യമായിട്ട് പച്ചവെള്ളത്തിൽ ഇടിയപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മേജർ ഇടിയപ്പം പൊടി. ഒരു വലിയ പെട്ടി മേടിച്ചോട്ടോ, അങ്ങനെയുള്ള സമയവും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ സെറ്റപ്പ് ആയിട്ട്. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്ത് വെയർ നൽകുന്ന ഗിഫ്റ്റും കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും ഗിഫ്റ്റ് ഒക്കെ എനിക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ ശില്പയ്ക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ. സൗത്ത് ഇന്ത്യയിൽ സ്കിന്നിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള EIQ നൽകുന്ന ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓരോ അച്ചാറിലും ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഒന്നും കോംപ്രമൈസ് ഇല്ലാത്ത ഇസോറ ഫുഡ് പ്രോഡക്ട്സ്, ക്വാളിറ്റി യു ക്യാൻ ട്രസ്റ്റ്. താങ്ക് യു സോ മച്ച് ലക്ഷ്മി. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. ഈ ഓണം അടിച്ചു പൊളിക്കുക. മോളോടും ചേട്ടനോടൊക്കെ അന്വേഷണം പറയും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഫ്രോം ഈസ്റ്റേൺ പ്രസൻസ്, പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് രുചിച്ചോണം, powered by Mr. Gold Refined Sunflower Oil, co-powered by Milma and special partner Hawkins Cookware. Bye-bye.